അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമ കലെ കുത്തുബനുദീനം ഖുർആനിൽ അളകൂറ്റലകുറി ബിസ്മില്ല. കുഞ്ഞായി മുസ്ലിയാർ ഫിലോസഫറാണ്, കവിയാണ്, കപ്പപ്പാട്ടും നൂൽ മധുഹും എഴുതിയ ആളാണ്. അങ്ങനെയൊക്കെ എഴുതുന്ന ഒരാൾക്ക് തമാശക്കാരനായി കൂടെ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അതിലെ പല കഥകളും പശ്ചാത്തലം മാറി നമ്മൾ വേറെ ചില കഥകളിൽ കാണുന്നുള്ളത് കൊണ്ട് അത് സമൂഹത്തിനൊരു ആവശ്യമാണ് ഇത്തരം കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഇടയിലും അങ്ങനെ തമാശക്കാരുണ്ട്. ഇപ്പോൾ സീതി ഹാജി കഥകളൊക്കെ ഉള്ളതും ഇല്ലാത്തതുമായി പറയാറുണ്ട്. നമ്മുടെ കൊണ്ടോട്ടിയിലും എൻ്റെ നാട്ടിലും ഒക്കെ അങ്ങനെയുള്ള ഫലിതങ്ങളുണ്ട്, മാപ്പുള്ള ഫലിതങ്ങളുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, എല്ലാം ഉണ്ടായ കാര്യമൊന്നുമല്ല. എൻ്റെ നാട്ടിൽ ഒന്ന് പറയാറുണ്ട്, അയാൾ ഒരു ഗജ പോക്കിരിയായിരുന്നു. ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരു എല്ലാ പെണ്ണുങ്ങൾക്കും അദ്ദേഹത്തെ പേടിയായിരുന്നു. അത്രക്ക് ഒരു മോറലി വളരെ മോശമായി ജീവിച്ച ഒരാളാണ്. എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഒരാളാണ് അയാൾ. ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ നന്നായി, പള്ളിയിൽ തന്നെയായി. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ താണ്ഡവകാലം കണ്ട ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇയാൾ 24 മണിക്കൂറും പള്ളിയിൽ തന്നെ. ഇദ്ദേഹം എന്ത് പറ്റി ചോദിച്ചപ്പോൾ ഇയാളിപ്പോൾ ഇങ്ങനെ ഒരു നല്ല വഴിക്ക് വന്നിട്ടുണ്ട്, മതപരമായിട്ടൊക്കെ വലിയൊരു വിശ്വാസമൊക്കെയാണ്, പഴയ പരിപാടികളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി സ്വർഗത്തിൽ ഹൂറുല്ലിങ്ങൾക്ക് സൂര്യൻ ഉണ്ടാകുമോ? ഇത് ഞാൻ വേറെ അർത്ഥത്തിൽ എടുക്കരുത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പിള ഫലിതമാണ്. ഇങ്ങനെയൊക്കെ ഓരോ ഫലിതങ്ങൾ ഓരോ നാട്ടിലും ഉണ്ടാവും. അതുപോലെ കുഞ്ഞായി മുസ്ലിയാരുടെ പേരിലും നമ്മളിങ്ങനെ ഫലിതം ഉണ്ടാക്കുന്നതാണ്. ചിലതൊക്കെ ഉള്ളതായിരിക്കാം. ഏതായാലും കുഞ്ഞായി മുസ്ലിയാർ ദാർശനികനായ ഒരു കവിയായിരുന്നു. കണ്ടിട്ടറിയുവാനോ കണ്ണില്ല പൊട്ട, കാരുണർ ചൊന്ന ചൊല്ല് കേട്ടില്ല പൊട്ട, ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ കപ്പലിനോട് ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ട് എഴുതിയ ഒരു പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. നമ്മുടെ ഭാഷയും സംസ്കാരമൊക്കെ വളരുകയാണ്. അറബി മലയാള ഭാഷയിൽ വലിയ അത്ഭുതങ്ങളാണ് ഇവരൊക്കെ കാട്ടിയത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മരാമായണം എഴുതുന്നൊരു കാലഘട്ടത്തിലോ അതിനുശേഷമോ ഏതാണ്ട് സമാനമായ കാലത്ത് മുഹിയുദ്ദീൻ മാല ഇവിടെ ഉണ്ടാവുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ചാർ ദർവേശ് എന്ന പേരിൽ അറബി മലയാളത്തിൽ നോവലുണ്ടാകുന്നു. ഇവിടെ അതിൻ്റെ കോപ്പിയുണ്ട്. കിസ്സത്തുൽ ലൂക്ക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇവിടെയുണ്ട്. അറബി മലയാളത്തിൽ ബൈബിളുണ്ട്, നോവലുണ്ട്, ചെറുകഥകളുണ്ട്, ഡിക്ഷണറികളുണ്ട്. അറബി മലയാളം നമുക്ക് 5ാം ക്ലാസ് വരെയുള്ളൊരു ലിപിയൊന്നുമല്ല, അതിനപ്പുറം അതൊരു ഭാഷയാണ്. ഒരു ഭാഷയ്ക്ക് വേണ്ട എല്ലാ വ്യവഹാര രൂപങ്ങളും ഈ അറബി മലയാളത്തിലുണ്ട്. 5000-ഓളം ഗ്രന്ഥങ്ങളുണ്ട്, 500-ലധികം മാലപ്പാട്ടുകൾ, 100കണക്കിന് പടപ്പാട്ടുകൾ ഈ മേഖലയിലുണ്ട്. അത്രക്ക് സജീവമായ അറബി മലയാള ഭാഷ അത് വളരുകയാണ്. തമിഴ് പാട്ടുകളുടെ സ്വാധീനമൊക്കെ നമ്മുടെ മേഖലയിലേക്ക് വരുന്നു. വട്ടപ്പാട്ടിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെയാണ് ഈ പടപ്പാട്ടുകളുടെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. പടപ്പാട്ടുകൾ, സക്കൂം പടപ്പാട്ട്, ഉമറാലിം ലബ്ബയുടെ സക്കൂം പടപ്പാട്ട് മുതലുള്ള പടപ്പാട്ടുകളുടെ ഒരു ലോകം. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്, നമ്മുടെ അക്കാഡമിയുടെ മുമ്പിൽ വെച്ചാണ്. ഈ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭനായ കവിയായിരുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹം 40 വയസ്സാണ് ജീവിച്ചത്. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എഴുതി. 22ാമത്തെ വയസ്സിൽ ബദർ എഴുതി. 15ഓളം കൃതികൾ, സമ്പൂർണ്ണ കൃതികളൊക്കെ നമുക്കറിയാം, ഇപ്പം വ്യാഖ്യാനിച്ച് അക്കാഡമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രക്ക് ജനങ്ങളെ സ്വാധീനിച്ച വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബദർ പടപ്പാട്ട് ഒരു മതചരിത്രം മാത്രമായിരുന്നില്ല, സാമൂഹ്യമായ പ്രശ്നങ്ങളിലൊരു ഇടപെടലായിരുന്നു ബദർ പടപ്പാട്ട്. ജനങ്ങൾ അങ്ങനെയാണ് കണ്ടത്. തോട്ടപ്പാളിയെപ്പോലെ, സൗത്ത് വയനാടിനെ പോലെ, ഈ പുള്ളിയിൽ ചേക്കു സാഹിബിനെ പോലെ ആളുകൾ ഈ ഭാഷയിൽ പാട്ട് എഴുതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് പാടിപ്പറയുന്ന സദസ്സുകളുണ്ടായ പ്രകമ്പനം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരുന്നു. എല്ലാ ഭാഷയിൽ നിന്നും വാക്കുകളെടുത്തുകൊണ്ട് മണിപ്രവാള ശൈലിയിൽ പാട്ടുകൾ എഴുതുന്ന ഭാഷാ കവിതകൾക്കൊപ്പം മോയിൻകുട്ടിയുടെ പാട്ടുകളും ഇങ്ങനെ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് അതിൻ്റെ ഒരു യശസ്സിൽ തന്നെ ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ്. ഞാൻ വൈദ്യരെഴുതിയ ഒരുപാട് കൃതികളുണ്ട്. ബദർ പടപ്പാട്ട്, ഉഹദ് പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട്, ഹിജ്റ, സലീഖത്ത്, സലാസീൽ, കിളത്തിമാല, മൂലപുരാണം, ഒട്ടകത്തിൻ്റെയും മാനിൻ്റെയും കഥ, അതൊന്നും ഞാൻ വിശദീകരിക്കുക. നമുക്കറിയാം ബദർ യുദ്ധം. ഞാൻ ഓർക്കുകയാണ്, KS മുഹമ്മദ് കുട്ടി സാഹിബും VM കുട്ടി മാഷൊക്കെ ബദറിലെ വരികൾ കൊണ്ടായിരുന്നു അവരുടെ ഗാനമേളകൾ ആരംഭിച്ചിരുന്നത്. KSൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത്തരം പാട്ടുകൾ അദ്ദേഹം ഏറെ പാടുമായിരുന്നുള്ളത്. അദ്ദേഹത്തിന് ഗ്രാമഫോൺ ടെക്കുള്ളൊരു പാട്ടുണ്ട്. അവരൊക്കെ പാട്ടുകാരാണ്, അതുകൊണ്ട് ആ തരത്തിൽ എന്നെ വിലയിരുത്തരുത്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പാട്ട്, വൈദ്യരുടെ ബദർ പടപ്പിലെ ആദ്യത്തെ പാട്ട്,
അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റലകുറി ബിസ്മില്ല അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അരിമക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റലകുറി ബിസ്മില്ല ബഖറ ഖുർആനിൽ പൊരുൾ മുഴുതടകിനെ പരിശ കടൽപതി ബിസ്മില്ല ബദറ പാടകോടു കവിനുകൾ വാതിൽ മുതൽ പരിമത്താബ് തതി ബിസ്മില്ല വഹദ തളകിയ മാർത്തബത്താർത്തമേ വളർമേറ്റൊരു തിരു ബിസ്മില്ല വഹിദ തോയിലുയൽ കമലും കമലും വഹിയ തിരുമൊഴി ബിസ്മില്ല അഹദത്തിലെ അലിഫലിഫിലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ല അലിമക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റലകു